ഇനി ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന DGPയുടെ ശുപാർശയിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച അൻവറിന്റെ ആരോപണങ്ങളാണ് വിജിലൻസിന് കൈമാറണമെന്ന് DGP ശുപാർശ ചെയ്തത്. സർക്കാരിന് കൈമാറിയ ശുപാർശയിൽ ഇതേവരെ നടപടിയെടുത്തിരുന്നില്ല. AK സ്റ്റെഫിൻ വിവരങ്ങൾ നൽകും. സ്റ്റെഫിൻ, ഇത് വലിയ രീതിയിൽ സർക്കാരും ആഭ്യന്തര വകുപ്പും ഒക്കെയും പ്രതിസന്ധിയിലായി നിൽക്കുന്നൊരു സാഹചര്യമാണ്, ഒരു ഘട്ടമാണ്, അങ്ങനത്തെ ഒരു വിഷയം കൂടിയാണ്. DGPക്കെതിരെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആരോപണം. അങ്ങനെയിരിക്കെ വിജിലൻസ് അന്വേഷണം ഉണ്ടാകാനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ്? അക്ഷയ, അതിഗുരുതരമായ ആരോപണങ്ങളാണ് ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ MLA ഉയർത്തിയത്. അതിൽ ഏറ്റവും പ്രധാനമായും ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അടക്കം ഉള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതൊക്കെ തന്നെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാൻ ഉള്ള ഒരു നിലപാടിൽ തന്നെയാണ് DGP ഉള്ളത്. DGPയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. അതായത് ഇദ്ദേഹം ഉന്നയിച്ച പല തരത്തിലുള്ള ആക്ഷേപങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുന്നു. പക്ഷേ സാമ്പത്തിക ക്രമക്കേടുകൾ അല്ലെങ്കിൽ കവടിയാറിൽ അദ്ദേഹം വീട് നിർമ്മിച്ചു, അത് അനധികൃതമായ സ്വത്ത് സമ്പാദിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളിൽ വിജിലൻസ് അന്വേഷണമാണ് വേണ്ടത് എന്നൊരു നിലപാടിലാണ് DGP ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ കേസ് വിജിലൻസിന് കൈമാറാനുള്ളൊരു നിലപാടിലേക്ക് DGP എത്തി നിൽക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയാണ് ഇത് സംബന്ധിച്ചുള്ള അവസാന തീരുമാനം എടുക്കേണ്ടത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം CPMന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സീതാറാം യെച്ചൂരിയുടെ മരണത്തിന് ഡൽഹിയിൽ പോയിരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയാണ് തിരിച്ചെത്തിയത്. ഇന്ന് മുഖ്യമന്ത്രിയുടെ ഒരു അന്തിമ തീരുമാനം ഈ കേസുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം കൊച്ചി സ്വദേശിയായിട്ടുള്ള ഒരു യുവാവ് MR അജിത് കുമാറിനെതിരെ ഒരു പരാതി നൽകിയിട്ടുണ്ട്. സാമ്പത്തിക കുറ്റകൃത്യം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള കഴമ്പുണ്ടോ എന്നും വിജിലൻസ് പരിശോധിക്കുന്നുണ്ട്. ശരി, AK സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത്.